ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചേമ്പിൻ്റെ ഇല വെച്ചിട്ടൊരു കറിയാണ്. പറമ്പുള്ള ചേമ്പിൻ്റെ ഇല വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചേമ്പിൻ്റെ ഇല പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ചേമ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ട് 4ആയിട്ട് മുറിക്കണം. മുറിച്ചിട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് നടുവിലൊരു കെട്ട് ആക്കുന്ന രൂപത്തിലാക്കണം. കറിയിൽ അലിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെയാണ് കെട്ടിടേണ്ടത് കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, അരമുറി തേങ്ങ, 1/2 സ്പൂൺ നല്ല ജീരകം, 1 ഗ്ലാസ് കഞ്ഞിവെള്ളം, പച്ചമുളക്, വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി, കുടംപുളി, 2 അല്ലി വേപ്പിൻ്റെ ഇല. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കതിൽ അരിഞ്ഞ് വെച്ച കെട്ടി വെച്ച ചേമ്പിൻ്റെ ഇല പരത്തുക. ചേമ്പിൻ്റെ ഇല പരത്തി കഴിഞ്ഞതിന് ശേഷം ചെറുള്ളി അതിൻ്റെ മേലെ വിതറുക. ചെറുള്ളി വിതറി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള കെട്ടി വെച്ച ചേമ്പിൻ്റെ ഇലയും വിതറി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചെറുള്ളിയും കൂടി അതിൻ്റെ മേലെ വിതറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുടംപുളി കുതിർത്തി വെച്ചത് ഒഴിക്കാം. കുടംപുളി കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം. നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകമൊക്കെ ഇട്ട് ചതച്ച് തേങ്ങ അതിൻ്റെ മേലെ ഇടാം. അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കഞ്ഞിവെള്ളം 1 ഗ്ലാസ്സിന് അതിന് പകുതി കഞ്ഞിവെള്ളം അതിൽ ഒഴിക്കുക. എന്നിട്ട് 1 സ്പൂൺ കൊണ്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. കഞ്ഞിവെള്ളം കടിയിൽ വരാനുള്ള പാകത്തിന് എല്ലാതും ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി കഞ്ഞിവെള്ളം നമുക്ക് അതിൽ ഒഴിക്കാണ്ട് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പിന്നെ പൊന്തി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കഞ്ഞിവെള്ളം മുഴുവൻ അതിലേക്ക് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഇടുക. ആ കഞ്ഞിവെള്ളം മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് നോക്കി വെക്കാം. അപ്പം കറിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കി വെക്കാം. കണ്ടില്ല, ഇപ്പം നല്ല തിളമൊക്കെ വന്നിട്ടുണ്ട്. കറിയിൽ ആ കെട്ട് അതേപോലെ ഉണ്ട്. അതേപോലെ നല്ല മണം ആണ് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ചെറുള്ളിയുടെയും കുടംപുളി, നല്ല ജീരകം, ഇതിൻ്റെയൊക്കെ കറികൾക്കൊക്കെ ഭയങ്കര നല്ല മണം. കണ്ടില്ലേ, പാകമായിട്ടില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി, അടച്ച് വെച്ച് വേവിക്കണ്ട. ഒരു 5 മിനിറ്റും കൂടിയും കഴിഞ്ഞപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല വണ്ണം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം നല്ലവണ്ണം വറ്റിയിട്ട് ഇടയ്ക്കാണ് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇപ്പോൾ ഇലയുടെ കെട്ടൊക്കെ അതേപോലെ തന്നെ കണ്ടില്ലേ. ആ ചെറുള്ളിയൊക്കെ കണ്ടില്ലേ, ചെറിയുള്ളിയും അതിലിരുന്ന് നല്ലൊരു മണം കേട്ടോ. നമുക്ക് ചോറി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണത്. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കിത് ഒന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് കണ്ടില്ലേ, നല്ല തിളക്കം വരുന്നത് കണ്ടില്ലേ. ഇത് ഇറക്കി വയ്ക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ ചേമ്പിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അവിടെ നല്ല ചേമ്പിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.